ഗുഡ് മോർണിംഗ്. എല്ലാവരും രാവിലെ ഫുഡ് കഴിച്ചായിരുന്നോ? ഈ ഫുഡ് എന്നൊരു വാക്ക് ജീവിതത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്നൊരു സാഹചര്യത്തിലാണ് നിങ്ങളെങ്കിൽ അത് വലിയൊരു അനുഗ്രഹമാണ്. കാരണം അല്പം മുമ്പ് ആശുപത്രിയിൽ എന്നെ കാണാൻ വേണ്ടി വന്ന സിസ്റ്റേഴ്സ് എന്നോട് ചോദിച്ചത്, സാറേ ഫീഡ് തരട്ടെ? ഈ ട്യൂബിലൂടെ ഓട്സും മുട്ടയുടെ വെള്ളക്കരുവും കൂടെ അടിച്ച് മിക്സ് ചെയ്ത് എനിക്ക് തന്ന ആ ദ്രാവകത്തിനെ സിസ്റ്റേഴ്സ് വിളിച്ചത് ആഹാരമെന്നല്ല, ഫീഡെന്നാണ്. കാരണം ഞാൻ കഴിച്ച ഓട്സും മുട്ടയുടെ വെള്ളക്കരുവും അതിൻ്റെ രുചി എന്തെന്ന് എൻ്റെ നാവ് അറിഞ്ഞില്ല, രസമുകുളങ്ങൾ അറിഞ്ഞില്ല, അന്നനാളം അറിഞ്ഞില്ല. ഈ ട്യൂബിലൂടെ എവിടെയോ ചെന്ന് വീണു. പ്രിയപ്പെട്ടവരെ, നമ്മൾ എത്രയോ പ്രാവശ്യം, എത്രയോ തവണ ആരോടൊക്കെ ഈ ആഹാരത്തെ ചൊല്ലി, ആഹാരത്തെ പറ്റി പരാതി പറഞ്ഞിട്ടുണ്ട്. ദോശ കരിഞ്ഞുപോയി, ഇഡ്ഡലിക്ക് മൃദുത്വം പോരാ, ഇഡ്ഡലിയുടെ കൂടെ ഒഴിച്ച സാമ്പാറിന് കായത്തിൻ്റെ ചൊവ്വ, ചോറ് വെന്തില്ല, അവിയലിൽ അണ്ടിപ്പരിപ്പിട്ടില്ല, ഓംലെറ്റിൽ ഉള്ളിയിട്ടില്ല. ആലോചിച്ച് നോക്കൂ, നമ്മുടെ എന്തുമാത്രം അവസരങ്ങളിലാണ് നമ്മൾ ആഹാരം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ആഹാരം വിളമ്പിയവരോട് ആ ആഹാരത്തെപ്പറ്റി എന്തുമാത്രം പരാതികൾ പറഞ്ഞിട്ടുണ്ട്. ഓർത്താലും നമുക്ക് ആഹാരം കഴിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, നാവിലൂടെ കഴിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, ദാറ്റ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് ബൂൺ. ഒരു കാര്യം കൂടെ ചൊല്ലട്ടുമാ, നമ്മുടെ ജീവിതത്തിലെ ഓരോ സാഹചര്യവും ഇങ്ങനെയാണ്. നമ്മളതിങ്ങനെ ആ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളതിൻ്റെ വില മനസ്സിലാക്കത്തില്ല. നമ്മൾ നടന്നു പോകുമ്പോൾ നമുക്ക് കാലുകളുടെ വില മനസ്സിലാകത്തില്ല. നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ട് ഇന്ന് ഞായറാഴ്ചയാണല്ലേ എന്ന് ആലോചിക്കാൻ പറ്റിയാൽ എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടല്ലോ എന്ന് നമ്മൾ ആലോചിക്കാറില്ല. ഞാൻ മാനസരോഗി അല്ലല്ലോ, മെൻ്റലി ഹെൽത്തി ആണല്ലോ എന്ന് നമ്മൾ ചിന്തിക്കാറില്ല. സൈക്കോളജിയിൽ ഇതിനെ റിവേഴ്സ് ആൽക്കമി എന്നാണ് പറയുക. അതായത് നമ്മൾ ഓരോ നിമിഷവും കടന്നു പോകുന്നത് സ്വർണത്തിന് സമാനമായ അമൂല്യമായ പ്രഷ്യസായ പ്രൈസ്ലെസ് ആയ സാഹചര്യങ്ങളിലൂടെയാണ്. പക്ഷെ ഇതൊരു സ്വർണമാണ്. ഞാനിപ്പോൾ കടന്നു പോകുന്ന ഈ നിമിഷം സ്വർണമാണെന്നറിയാതെ നമ്മളതിനെ ചെമ്പായിട്ടും പിത്തളായിട്ടും തുരുമ്പ് പിടിച്ച ലോഹമായിട്ടും കാണുന്ന, നമുക്ക് സ്ട്രെസ് ഉണ്ടാക്കുന്ന ഈ അവസ്ഥയാണ് മനഃശാസ്ത്രത്തിൽ റിവേഴ്സ് ആൽക്കമി എന്ന് പറയുന്നത്. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുവാണ്. എൻ്റെ ഈ കുഞ്ഞ് സംഭാഷണം കേട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെക്കുറിച്ച് ഓർത്ത് സഹതപിക്കണ്ട. ഈ ട്യൂബിനെ കുറിച്ച് അയ്യോ പാവം ആൻഡോ കിടന്ന് കഷ്ടപ്പെടുന്നുണ്ടാവും അല്ലയോ എന്ന് വിചാരിക്കണ്ട. എൻ്റെ തിരിച്ചറിവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് പോലും ആലോചിക്കേണ്ടത് ഇതാണ്, ശരിയാണല്ലോ ഈ പറഞ്ഞത്. ഞാൻ ഇപ്പോൾ കടന്നു പോകുന്ന നിമിഷം ഗോൾഡാണ്, സ്വർണമാണ്. അപ്പോൾ റിവേഴ്സ് ആൽക്കമിയെ തോൽപ്പിക്കേണ്ട, കീഴ്പ്പെടുത്തേണ്ട മരുന്നെന്തെന്നറിയാമോ? ഗോൾഡ് പാനിങ്. അതായത് സ്വർണം അരിച്ചെടുക്കുന്ന ഒരു പ്രോസസ്സുണ്ട്. വളരെ കഷ്ടപ്പെട്ടിട്ടാണ് സ്വർണത്തിൻ്റെ തരി ഗോൾഡ് മെർച്ചൻസ് കണ്ടെത്തുന്നത്. അതുപോലെ ഞാനിപ്പോൾ കടന്നു പോകുന്ന ഈ നിമിഷത്തിലെ സ്വർണം എന്ത് എന്ന് നമ്മൾ കഷ്ടപ്പെട്ട് കണ്ടുപിടിക്കണം. എന്നാൽ മാത്രമേ ജീവിതത്തിൽ ഹാപ്പിനെസ് എന്തെന്ന് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റൂ. ചെറി പിക്കിംഗ് എന്നൊരു പ്രോസസ്സുണ്ട്. യൂറോപ്പിലൊക്കെ ചെറി കർഷകർ രാവിലെ എഴുന്നേറ്റ് വലിയൊരു കുട്ടയൊക്കെ എടുത്തിട്ട് ചെറി പെറുക്കും. അപ്പോൾ ഒരു 500 ചെറികൾ അവർ പെറുക്കും. എന്നിട്ട് അവരെന്ത് ചെയ്യുന്നറിയാമോ? സ്വസ്ഥമായ ഒരിടത്ത് ചെന്നിരുന്ന് അതിലേറ്റവും നല്ല ചെറികളെ മാറ്റും, ചീത്തയായതിനെ കളയും. ചിന്തകളും ഇതുപോലെയാണ്. നമ്മുടെ മനസ്സിലേക്ക് 100 കൂട്ടം അവിഞ്ഞതും കൊഴിഞ്ഞതും ചതഞ്ഞതുമായ ഒരുപാട് ചിന്തകൾ വരും. അതിനെയൊക്കെ അങ്ങ് കളഞ്ഞിട്ട് സ്വർണത്തിന് സമാനമായ ചിന്തകളെ മാത്രം കാത്തു സൂക്ഷിക്കുക. അപ്പോൾ ഇനി ഉച്ചയ്ക്ക് ആഹാരം കഴിച്ചു തുടങ്ങുമ്പോൾ എന്നെ ഒന്ന് ഓർക്കണം. നിങ്ങൾ കഴിക്കാൻ പോകുന്ന പരിപ്പിൽ രുചി, ഉപ്പ് കുറവായിരിക്കും. പക്ഷേ അത് ആഹാരമെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. കാരണം നിങ്ങളത് നാവിനകത്ത് വെച്ച് രുചിച്ച് അന്നനാളത്തിലൂടെ ആ പരിപ്പ് കടന്നു പോകുന്നുണ്ടല്ലോ. ആ സമയത്ത് ഞാനിവിടെ ഇരുന്ന് ഈ ട്യൂബിലൂടെ പ്രോട്ടീൻ പൗഡർ കലക്കി കഴിക്കുന്നുണ്ടാവും. എനിക്കത് ഫീഡും, നിങ്ങൾക്കത് ആഹാരവുമാണ്. അപ്പോൾ ഇന്നു മുതൽ ഒരു പ്രതിജ്ഞ എടുക്കൂ. എൻ്റെ ജീവിതത്തിലെ ഓരോ സന്ദർഭത്തിലും, ഓരോ സാഹചര്യത്തിലും, ഞാൻ പരിചയപ്പെടുന്ന ഓരോ വ്യക്തിയിലും വാട്ട് ഈസ് ദ ഗോൾഡ് ഹിയർ, വാട്ട് ഈസ് ദ ടേസ്റ്റിയസ്റ്റ് ചെറി ഹിയർ, ഈ ഒരു പ്രോസസ്സ് നടത്തിയാൽ റിവേഴ്സ് ആൽക്കമി പിന്നെ നമ്മളെ ആക്രമിക്കില്ല. ഇതുപോലെ എപ്പോഴും അങ്ങോട്ട് ചിരിച്ചുകൊണ്ടിരിക്കുക. പുരിഞ്ചിതാ
ഈ ആശയം നിങ്ങളെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്കും കൂടെ അയച്ചു കൊടുക്കാം. കാരണം അവരും ഫുഡെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവരായിരിക്കും, പക്ഷേ അതിനോടൊപ്പം പരാതി പറയുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഉച്ചയ്ക്ക് അടിപൊളിയായിട്ട് ഫുഡ് കഴിക്കൂ. ലീവ് ഹാപ്പിലി.